ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. നമ്മുടെ 6th CBSEയിലെ ഗ്രാസ് റൂട്ട് ഡെമോക്രസി പാർട്ട് 1 ഗവേണൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഗവൺമെൻറ് പ്രവർത്തിക്കണമെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങൾ നിർബന്ധമാണ് കേട്ടോ. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആരാണ് ഈ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുക നമ്മൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കി തരുന്നത്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ അല്ലേ. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള സമൂഹത്തിലേക്കുള്ള നിയമങ്ങൾ, ലോസ് ഒക്കെ ആരാണ് മേക്ക് ചെയ്യുന്നത്? അത് ലെജിസ്ലേച്ചർ ആണത്. നിയമനിർമ്മാണ സഭ എന്നൊക്കെ പറയും കേട്ടോ. ലെജിസ്ലേച്ചർ ഈസ് ദ ഓർഗൻ ദാറ്റ് മേക്സ് ന്യൂ ലോസ് അല്ലേ. അതായത് നിയമങ്ങൾ മേക്ക് ചെയ്യുന്ന, പുതിയ നിയമങ്ങൾ മേക്ക് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ലെജിസ്ലേച്ചർ ആണ്. അതുപോലെ നിലവിലുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, എക്സിസ്റ്റിംഗ് ലോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലെജിസ്ലേച്ചർ തന്നെയാണ് കേട്ടോ. സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ അപ്ഡേറ്റ് ഓർ റിമൂവ്സ് എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങൾ റിമൂവ് ചെയ്യാനുള്ള റൈറ്റും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള റൈറ്റും നമ്മുടെ ലെജിസ്ലേച്ചറിനുണ്ട്. അപ്പോൾ ലെജിസ്ലേച്ചറിന്റെ പവറാണ് എന്താ? മേക്കിംഗ് ലോസ്. എന്താണ്? ചേഞ്ച് ചെയ്യാം അല്ലെ. അതായത് ചേഞ്ച് ചെയ്യാം, എക്സിസ്റ്റിംഗ് ലോസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ചിലത് എടുത്ത് മാറ്റാം, റിമൂവ്. ചില നിയമങ്ങൾ വേണമെങ്കിൽ എടുത്ത് മാറ്റാനുള്ള റൈറ്റ് ഒക്കെ ലെജിസ്ലേച്ചറിനുണ്ട്. ലെജിസ്ലേച്ചറിൽ നിന്ന് നമുക്ക് രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ ആണ് കേട്ടോ. ഓക്കെ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേച്ചർ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ്, അത് നടപ്പിലാക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. എക്സിക്യൂട്ടീവ് ഈസ് ദ ഓർഗൻ അല്ലെ. എക്സിക്യൂട്ടീവ് ഈസ് ദ ഓർഗൻ ദാറ്റ് ഇംപ്ലിമെന്റ്സ് ദ ലോസ് അല്ലെ. അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ നടപ്പിലാക്കുക. അതുപോലെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതൊക്കെ, അതായത് നമ്മുടെ നിയമങ്ങളൊക്കെ പാലിക്കാതെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്ന ആരാന്നറിയോ? പണിഷ്മെന്റും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി, നീതിന്യായ വിഭാഗമാണ്. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. ദ ജുഡീഷ്യറി ഈസ് ദ സിസ്റ്റം ഓഫ് കോർട്ട് വിച്ച് ഡിസൈഡ് വെദർ സംവൺ ഹാസ് ബ്രോക്കൺ ദ ലോ. അതായത് ആരെങ്കിലും നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ഇഫ് സോ വാട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, എന്തൊക്കെ ആക്ഷൻ എടുക്കണം, ഇൻക്ലൂഡിങ് പണിഷ്മെന്റ് അല്ലേ. പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാൻ തീരുമാനിക്കുക, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, എന്തൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ജുഡീഷ്യറിക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ലെജിസ്ലേച്ചർ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കുന്നു. ജുഡീഷ്യറി ഈ നിയമങ്ങൾ പാലിക്കാതെ വരുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നതും ഓരോ പ്രവർത്തിക്കുള്ള ആക്ഷനൊക്കെ ടേക്കൺ ചെയ്യുന്നതൊക്കെ ജുഡീഷ്യറി ആണ്, നീതിന്യായ വിഭാഗമാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നതും അത് പരിഹരിക്കാൻ നോക്കുന്നതൊക്കെ ജുഡീഷ്യറിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. 3 സിമ്പിളാണ്. ലെജിസ്ലേച്ചർ ലോ മേക്ക് ചെയ്യുന്നു, എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നു. ദെൻ പണിഷ്മെന്റ്, നിയമങ്ങൾ അനുസരിക്കാത്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്, അത് ജുഡീഷ്യറി ആണ്. അപ്പൊ ഈ ഒരു സൈഡ് നിങ്ങൾ എന്തായാലും മെയിനായിട്ട് പഠിച്ചോ, എന്തായാലും ചോദിക്കും. അതുപോലെ ഇതിൽ മറ്റൊന്നാണ് 3 ലെവൽസ് കേട്ടോ. ഗവൺമെന്റിന്റെ 3 ലെവൽസ് വരുന്നുണ്ട്. അത് മിസ് എന്തായാലും അടുത്ത കോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ നിങ്ങൾ അടുത്ത ലൈവിനായിട്ട് പെട്ടെന്ന് വെയിറ്റ് ചെയ്തോ കേട്ടോ. വെയിറ്റ് ചെയ്തോ. അടുത്ത അടിപൊളി ചാപ്റ്റർ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ലൈവ് നമുക്ക് ഉടനെ വരും. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഓർഗൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ഗൈസ്.